ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഹ്റൈൻ ഫാർമസിസ്റ്റ് എക്സാമിന്റെ റീസെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഷ്യന്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഫോർ ഒപ്റ്റിമൽ അബ്സോർപ്ഷൻ. വെൻ ഷുഡ് ഓറൽ അയൺ സപ്ലിമെന്റ്സ് ടു ബി ടേക്കൺ? എ ഓൺ an empty stomach, B with a proton pump inhibitor, C immediately after food, D at bedtime with dietary products. ഓക്കെ, അപ്പൊ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഓറൽ അയൺ സപ്ലിമെന്റ്സ് ഒപ്റ്റിമൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് എപ്പോഴായിരിക്കണം അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓൺ ആൻഡ് എംപ്റ്റി സ്റ്റൊമക് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എംപ്റ്റി സ്റ്റൊമക്കിൽ അവിടെ അയണിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. 1 hour ബിഫോർ അല്ലെങ്കിൽ 2 hours ആഫ്റ്റർ ഫുഡ് ഈ അയൺ സപ്ലിമെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വൈറ്റമിൻ സിന്റെ ഒക്കെ ഒപ്പമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അയണിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ബാക്കി ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് ആൻഡ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ്, അറ്റ് ബെഡ് ടൈം വിത്ത് ഡയറ്ററി പ്രൊഡക്ട്സ്, ഈ കണ്ടീഷൻസ് ഒക്കെ അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അറ്റ് ബെഡ് ടൈം നമുക്ക് എടുക്കാം, പക്ഷെ വിത്ത് ഡയറ്ററി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഡയറ്ററി പ്രൊഡക്ട്സിൽ കാൽഷ്യം കണ്ടന്റ് ഉണ്ട്. കാൽഷ്യം അയോണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അയോൺ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ യോഗേർട്ട്, മിൽക്ക്, അതേപോലെ തന്നെ ചീസിന്റെ ഒക്കെ ഒപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ അയോണിന്റെ അബ്സോർപ്ഷൻ കുറവാണ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ ബെഡ് ടൈമിൽ എടുക്കുന്നതിൽ പ്രശ്നമല്ല, പക്ഷെ വിത്ത് ഡയറ്ററി പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അയൺ അബ്സോർപ്ഷൻ കുറവാവുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ അയൺ സപ്ലിമെന്റ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: shouted angrily at a pharmacist over a dispensing delay. The pharmacist remained silent and did not respond to the confrontation. What type of communication style did the pharmacist demonstrate? A passive, B assertive, C aggressive. അപ്പൊ ഇവിടെ ഫിസിഷ്യൻ ഫാർമസിസ്റ്റിന്റെ അടുത്ത് ഷൗട്ട് ചെയ്തു, പക്ഷെ ഫാർമസിസ്റ്റ് അവിടെ സൈലന്റ് ആയി റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ നമ്മൾ പറയുന്നത് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അവിടെ റെസ്പോണ്ട് ചെയ്യാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്, ആ ഒരു പ്രോപ്പർ ആയിട്ട് തോട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്ത ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ നമ്മൾ പറയുന്നത് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ് അവിടെ റെസ്പെക്ട്ഫുൾ വേയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് അസർട്ടീവ്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ റൂഡ് അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നതിനെ ആയിരിക്കും അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സൈലന്റ് ആയിട്ട് നിന്ന് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പാസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ഇൻ ദി ഹ്യൂമൻ ബോഡി? എ തൈമസ്, ബി ലിംഫ് നോഡ്, സി സ്പ്ലീൻ, ഡി ടോൺസിൽസ്. ഇതിൽ നമുക്ക് ഓപ്ഷൻ സി സ്പ്ലീൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് സ്പ്ലീൻ ആണ്. അതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഫിൽറ്ററിങ് ദ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുക, അതേപോലെ തന്നെ ഓൾഡ് RBCസിനൊക്കെ അവിടെ റീസൈക്കിൾ ചെയ്യാണ് ഈ ഒരു സ്പ്ലീന് ചെയ്യുന്നുണ്ടായിരിക്കുക. ബാക്കി പറഞ്ഞിട്ടുള്ള തൈമസ്, ലിംഫ് നോഡ്, ടോൺസിൽസ് ഇതൊന്നും ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻസിൽ വരുന്നതല്ല. ഓപ്ഷൻ സി സ്പ്ലീൻ ആണ് കറക്റ്റ് ആൻസർ. Next question: which of the following is the drug of choice for treating esophageal candidiasis caused by Candida albicans? A. Nystatin suspension, B. Cotrimazole troches, C. Fluconazole oral tablet, D. Amphotericin B mouthwash. അപ്പൊ നമുക്ക് ഇസോഫാഗൽ കാൻഡിഡിയാസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇസോഫാഗൽ കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ കാൻഡിഡ ആൽബിക്കൻസ് ആണ് അത് കോസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് സിസ്റ്റമിക് ആന്റി ഫംഗൽ ഡ്രഗ് ആണ് അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ സി ഫ്ലൂക്കണസോൾ ഓറൽ ടാബ്ലറ്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫ്ലൂക്കണസോൾ ഓറൽ ടാബ്ലറ്റ് ആണ് ഈ ഇസോഫാഗൽ കാൻഡിഡിയാസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവർക്ക് നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ഓറൽ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ എഫിക്കസി കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ ഒരു ഫ്ലൂക്കണസോൾ ഓറൽ ടാബ്ലറ്റിന്. ബാക്കി നിസ്റ്റാറ്റിൻ അതേപോലെ തന്നെ കോട്രിമസോളും ഒക്കെ നമുക്ക് ഓറൽ കാൻഡിഡിയാസിസ്, ഓറൽ ത്രഷിന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇസോഫാഗൽ കാൻഡിഡിയാസിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രഗ് ഓഫ് ബി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൈൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ഫ്ലൂക്കണസോൾ ഓറൽ ടാബ്ലറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. Patient present with mixed hyperlipidemia by triglyceride level lowering triglycerides.
എ അറ്റോർവാസ്റ്റാറ്റിൻ, ബി കോളിസ്റ്റൈറമിൻ, സി ജെംഫിപ്രോസിൽ, ഡി എസിറ്റിമൈബ്. അപ്പൊ ഇവിടെ മിക്സ്ഡ് ഹൈപ്പർ ലിപ്പിഡീമിയ കണ്ടീഷൻ ആണ്, ലെവലും കൂടുതലാണ്. ഈ ട്രൈഗ്ലിസറൈഡ് ലെവല് കുറക്കുന്ന ഡ്രഗ് ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജെംഫിബ്രോസിലാണ്, ഫൈബ്രൈറ്റ്സിലാണ്. ട്രൈഗ്ലിസറൈഡ് ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റോർവാസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് LDL കുറക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കോളിസ്റ്റൈറമിൻ ആണെന്നുണ്ടെങ്കിലും LDL കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കേസിലും ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കോളിസ്റ്റൈറമിൻ. പിന്നെ എസിറ്റിമൈബ് ആണെന്നുണ്ടെങ്കിലും കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ആ ഒരു ട്രൈഗ്ലിസറൈഡ് ലോവറിംഗ് ആണ് അവിടെ പർപ്പസ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അത് ചെയ്യുന്നത് ഓപ്ഷൻ സി ജെംഫിബ്രോസിലാണ്. ഓക്കെ. Next question. A boy took medication for a cold and later had a road accident. He experienced drowsiness and poor balance before the incident. Which drug side effect most likely caused this event? A. Diphenhydramine, B. Loratadine, C. Paracetamol, D. Salbutamol. അപ്പോൾ കോൾഡിന് മെഡിക്കേഷൻ എടുക്കുന്ന ഒരു ബോയ് ആണ്, ആൾക്ക് റോഡ് ആക്സിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡ്രൗസിനെസ്സും പുവർ ബാലൻസ് ഒക്കെയാണ് ആ ഒരു ഇൻസിഡന്റിന് മുന്നേ ആ ഒരു ബോയ്ക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏത് ഡ്രഗിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഡ്രൗസിനെസ് കാര്യങ്ങൾ? ഓപ്ഷൻ എ ഡൈഫെൻഹൈഡ്രമിൻ, ബി ലോറാഡിൻ, പാരസെറ്റമോൾ, സാൽബ്യൂട്ടമോൾ. ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡൈഫെൻഹൈഡ്രമിൻ ആണ്. നമുക്കറിയാം ഡൈഫെൻഹൈഡ്രമിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റമിൻ ആണ്. അവര് സെഡേഷൻ, ഡ്രൗസിനെസ് കാര്യങ്ങളൊക്കെ സൈഡ് എഫക്ട് കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. ബാക്കി ലൊറാറ്റഡിൻ ആണെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് ജനറേഷൻ ആണ്. കമ്പയർ ടു ഫസ്റ്റ് ജനറേഷൻ സെഡേഷൻ കാര്യങ്ങൾ കുറവായിരിക്കും. പിന്നെ പാരസെറ്റമോളും സാൽബ്യൂട്ടമോളും സെഡേഷൻ, ഡ്രൗസിനെസ് ഒന്നും അവിടെ സൈഡ് എഫക്റ്റ് ആയിട്ട് കോസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഈ കുട്ടിയിൽ ഈ ഒരു ഡ്രൗസിനെസ് ആൻഡ് പുവർ ബാലൻസ് ഒക്കെ കാണിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഡൈഫെൻഹൈഡ്രമിൻ ആയിരിക്കും ആ ഒരു ബോയ് എടുത്തിട്ടുണ്ടായിരിക്കുന്ന ഡ്രഗ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question. A patient undergoing dialysis was prescribed sodium polystyrene sulfonate. What is the primary reason for prescribing this medication? A. To increase sodium level. B. To reduce potassium level. C. To improve phosphate absorption. D. To enhance fluid removal. അപ്പോൾ സോഡിയം പോളിസ്റ്റൈറീൻ സൾഫോണേറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡയാലിസിസ് നടത്തുന്ന ഒരു പേഷ്യന്റിന് അതിന്റെ റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു റെഡ്യൂസ് പൊട്ടാസ്യം ലെവലാണ്. ഈ സോഡിയം പോളിസ്റ്റൈറിൻ സൾഫോണേറ്റ് ഇതിന് നമ്മൾ കാക്സിലേറ്റ് എന്ന് പറയും, ആ പേരിലും അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഡ്രഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ കലീമിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കിഡ്നി പ്രോബ്ലം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഹൈപ്പർ കലീമിയ കണ്ടീഷൻ. അപ്പൊ അത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോഡിയം പോളിസ്റ്റൈറിൻ സൾഫോണേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം? ഹൈപ്പർ കലീമിയന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പൊട്ടാസ്യം ലെവൽ കുറക്കാനാണ് ഈ ഒരു ഡ്രഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പൊട്ടാസ്യം ലെവൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേഷ്യന്റിൽ സോഡിയം പോളിസ്റ്റൈറിൻ സൾഫോണേറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഓപ്ഷൻ ബി ടു റെഡ്യൂസ് പൊട്ടാസ്യം ലെവൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A breastfeeding mother consumes 8 cups of coffee daily and is taking medication for hypertension, high cholesterol and diabetes. Her infant is experiencing frequent sleep disturbances. What is the most likely cause of the baby's symptoms? A. Antihypertensive medication. B. Anti-diabetic medication. C. Caffeine from excessive coffee intake. D. Cholesterol lowering medication. അപ്പോൾ 8 കപ്പ് ഓഫ് കോഫി എടുക്കുന്നുണ്ട്, അതല്ലാതെ മെഡിക്കേഷൻസ് എടുക്കുന്നത് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡയബറ്റിക്, ഈ കണ്ടീഷൻസിനൊക്കെ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ് ആ ഒരു കുട്ടിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബേബിന്റെ ആ ഒരു സിംറ്റം കോസ് ചെയ്യുന്നത് ഓപ്ഷൻ സി കഫീൻ ഫ്രം എക്സസീവ് കോഫി ഇൻടേക്ക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഈ ഒരു കഫീൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഫാന്റിൽ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അഡൽട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കഫീന്റെ മെറ്റബോളിസം കുട്ടികളിൽ സ്ലോ ആയിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കഫീൻ നമ്മൾ എക്സസ് ആയിട്ട് എടുക്കുമ്പോൾ, ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ എക്സസ് ആയിട്ട് എടുക്കുമ്പോൾ ആ കഫീൻ ആ കുട്ടിയിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ആ ഒരു സ്റ്റിമുലന്റ് എഫക്റ്റ് ആയിരിക്കും ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് കാര്യങ്ങളൊക്കെ കോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ആ ഒരു കുട്ടിയിൽ കാണിച്ചിട്ടുള്ള സ്ലീപ്പ് ഡിസ്റ്റർബൻസസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഫീൻ ഫ്രം excessive coffee intake ആണ്. Okay. The next question. Which of the following drug requires extra precautions and specialized preparation while handling due to its hazardous nature? A. Amoxicillin, B. Paracetamol, C. Methotrexate, D. Metformin. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി മെത്തോട്രിക്സേറ്റ് ആണ്. മെത്തോട്രിക്സേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് ആണ്, സൈറ്റോടോക്സിക് ഡ്രഗ് ആണ്. അതിന്റെ ആ ഒരു ഹസാർഡസ് നേച്ചർ കാരണം കൊണ്ട് നമുക്ക് അവിടെ എക്സ്ട്രാ പ്രിക്കോഷൻസ് ഹാൻഡ്ലിങ്ങിലും പിന്നെ അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർ ഡിസ്പോസലിലും
പ്രോപ്പർ പ്രിപ്പറേഷനിലും ഒക്കെ അവിടെ എക്സ്ട്രാ പ്രിക്കോഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹാൻഡിങ് ടൈമിലൊക്കെ നമ്മൾ അവിടെ ഗ്ലൗസ് അല്ലെങ്കിൽ PPE ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ള ഡ്രഗ്സിന് ആ സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെത്തോട്രിക്സേറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ SWOT അനാലിസിസ് ഡിസ്ക്രൈബ് ഫാർമസി ഓപ്പൺഡ് നിയർ ടു യുവേഴ്സ്? A. Internal weakness, B. Internal threat, C. External weakness, D. External threat. അപ്പോൾ ഒരു പുതിയ ഫാർമസി നമ്മുടെ ഫാർമസിയുടെ അടുത്ത് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് SWOT അനാലിസിസിൽ ഏതിലാണ് ഇൻക്ലൂഡ് ആവുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എക്സ്റ്റേണൽ ത്രെറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഇതാണ് ആ ഒരു SWOT അനാലിസിസിൽ നമ്മൾ ആസസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കൺട്രോളിലായിരിക്കും. സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെയാണ് നമ്മുടെ കൺട്രോളിൽ വരുന്ന ആ ഒരു ഫാക്ടേഴ്സ് വരുന്നുണ്ടായിരിക്കുക. ആ ഒരു ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് അവർ കൺട്രോൾ ആണ്. ഇപ്പോൾ പുതിയ ഫാർമസി നമ്മുടെ ഫാർമസിയുടെ അടുത്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് ഒരു പുതിയ ഫാർമസി നമ്മുടെ ഫാർമസിയുടെ അടുത്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. അതെന്ന് പറയുന്നത് ത്രെറ്റിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ത്രെറ്റാണ്. അപ്പൊ എക്സ്റ്റേണൽ ത്രെറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, എക്സ്റ്റേണൽ ത്രെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നത്. ഇതേപോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ കോച്ചിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോച്ചിങ് ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിനായിട്ട് പ്ലീസ് ടു കോൺടാക്ട് സി മണി ടെക് ഓൺലൈൻ അക്കാഡമി. താങ്ക് യു.